ഇതുപോലെ തന്നെ എപ്പോഴും കളർഫുൾ ഡ്രസ്സിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ വിചാരിച്ചു റിയാലിറ്റി ഷോയിൽ പോയപ്പം പ്രത്യേകിച്ചും ഹിന്ദി ഷോ ഒക്കെ ആയതുകൊണ്ട് അവിടെ ഉള്ളവർ പറയുന്നതായിരിക്കും ബ്രൈറ്റ് കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ അവരുടെ ഒരു ടേംസ് അങ്ങനെയായിരിക്കും. പക്ഷെ ഇപ്പൊ കണ്ടപ്പോൾ ഞാൻ ഇത് സ്വന്തം ഇഷ്ടമാണോ എന്ന് തോന്നിപ്പോയി. എനിക്കിഷ്ടാ. ഞാൻ ആണല്ലേ? ഇങ്ങനത്തെ എനിക്കിങ്ങനെ ആഹാ. ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ വരയ്ക്കുമല്ലോ. അതുകൊണ്ടാണോ? പക്ഷെ പൊതുവെ ആർട്ടിസ്റ്റുകൾ ഇത്ര ബ്രൈറ്റ് കളേഴ്സ് ചൂസ് ചെയ്ത് പലപ്പോഴും കാണാറില്ല സ്റ്റേജിലൊക്കെ. എന്നുവെച്ചാൽ ഷോസ് അല്ലാതെ ഇങ്ങനെ റിയാലിറ്റി ഷോ ഒക്കെ വരുമ്പോൾ വളരെ രസമുള്ള, അതായത് ഫ്ലൂറസെന്റ് കളേഴ്സും ഒക്കെ കാണാറുണ്ട്. ഇഷ്ടം എനിക്ക്. പണ്ട് തൊട്ടേ അങ്ങനെ തന്നെ ചൂസ് ചെയ്യായിരുന്നു ഈ ഡ്രസ്സിന്റെ കാര്യത്തിലൊക്കെ. ഒരുപാട് പണ്ട് തൊട്ടല്ല. നമ്മളിങ്ങനെ നമുക്ക് ഒരു ഏജിൽ നമുക്കിങ്ങനെ നമ്മുടെ ഐഡന്റിറ്റി നമുക്കിങ്ങനെ കിട്ടി വരുമല്ലോ. ആ ഒരു ടൈം മുതൽ എനിക്ക് ഡ്രസ്സിങ്ങിൽ ഇങ്ങനെ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പണ്ടൊക്കെ റിയാലിറ്റി ഷോസിന് നമ്മുടെ ഒരു കുട്ടിക്കാലത്തൊക്കെ തുടങ്ങിയ റിയാലിറ്റി ഷോസിൽ പോയവരൊക്കെ പലപ്പോഴും പറയുന്നത് പാട്ടാണെങ്കിൽ അധികം ചെലവില്ല, കാരണം പാടി വന്നാൽ മതി എന്നായിരുന്നു കരുതിയിരുന്നത്. ഡാൻസ് ഒക്കെ ആകുമ്പോഴാണല്ലോ കുറച്ചുകൂടെ കോസ്റ്റ്യൂം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, പാട്ടിനും ഇതുപോലെ ലുക്ക്, ഓരോ ലുക്ക് എങ്ങനെ വേണം, കോസ്റ്റ്യൂം എന്ത് വേണം എന്നൊക്കെ അവർ ഡിസൈഡ് ചെയ്യും, അവർ പറയും. അപ്പം നമുക്ക് അതും ഒരുപാട് സ്പെൻഡ് ചെയ്യേണ്ടതാണ് എന്നാണ്. ആക്ച്വലി റിയാലിറ്റി ഷോയിൽ നമുക്ക് അത്രയും സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ടോ ഒരു മ്യൂസിക് റിയാലിറ്റി ഷോയിൽ? മ്യൂസിക് റിയാലിറ്റി ഷോയിൽ ഡിപ്പെൻഡ്സ് ഓൺ ദ റിയാലിറ്റി ഷോ. വലിയ റിയാലിറ്റി ഷോ ഒക്കെ ആണെങ്കിൽ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുമല്ലോ നമുക്ക് മേക്കപ്പ്. നമുക്ക് എല്ലാത്തിനും ക്രൂ ഉണ്ടാവുമല്ലോ. കോസ്റ്റ്യൂംസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവർ ചൂസ് ചെയ്യോ അല്ലെങ്കിൽ? ആദ്യത്തെ കുറച്ച് എപ്പിസോഡ് കഴിഞ്ഞിട്ട് അവർ ചൂസ് ചെയ്തു. ആദ്യത്തെ എപ്പിസോഡുകളിൽ എൻ്റെ തന്നെ ഡ്രസ്സാണ് ഞാൻ ഇട്ടത്. പിന്നെ അത് കഴിയുമ്പോഴേക്കും നമ്മൾക്ക് ഒരു ക്രൂ ഉണ്ട്, എല്ലാത്തിനും ഒരു ക്രൂ ഉണ്ട്. കണ്ടസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന പോലെ എല്ലാത്തിനും ക്രൂ ഉണ്ട്. പാട്ടിൽ എങ്ങനെയാണ് ഗ്രൂം ചെയ്യുന്നത്? അതായത് ഇന്ന പാട്ട് പാടണമെന്ന് അവർ തന്നെ സെലക്ട് ചെയ്ത് തരുവാണോ? ആ കാര്യം എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഫസ്റ്റ് പാട്ട് പാടാൻ ചെന്നപ്പോൾ തന്നെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതായത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയപ്പോൾ എനിക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയെന്ന്. ഒരു പെൺകുട്ടി അത് പറയുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ആ ഒരു ഇൻഡിപെൻഡൻസിലേക്കുള്ള ഒരു ജേർണി ഉണ്ടായത്? ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ് പെൺകുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു സംഭവമാണ്. നമ്മൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ഒറ്റയ്ക്കാന്നൊക്കെ തോന്നുമല്ലോ. ഒറ്റയ്ക്കാന്ന് നമുക്ക് നമ്മൾ ഈ ലോകത്ത് ഒറ്റയ്ക്കാണ്, നമ്മുടെ ക്ലോസ്ഡ് അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ സർക്കിൾ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഒരു പോയിന്റ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ആ പോയിന്റിൽ നമ്മൾ ഡിസൈഡ് ചെയ്യുമല്ലോ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് നമ്മൾക്ക് മുന്നോട്ടുള്ള യാത്രയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്നും. അപ്പൊ അവിടെ നിന്ന് തുടങ്ങിയൊരു യാത്രയാണ്. പാട്ട് വീട്ടിൽ ആദ്യം ഒന്നും ഒരു കരിയർ ആക്കാൻ സമ്മതിച്ചിരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാ ഒരു പാട്ടിലേക്ക് തന്നെയാണ് എൻ്റെ വഴി എന്ന് ഉറപ്പിച്ച് അതിലേക്ക് നടന്നത്? പഠിക്കാൻ പോയിരുന്നു ബിഫാം. അപ്പോൾ അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലൊക്കെ ആണെങ്കിലും നമ്മൾ വളർന്നു വന്നൊരു രീതിയും നമ്മുടെ ഒരു സിസ്റ്റം അങ്ങനെയാണല്ലോ. പാട്രിയാർക്കിക്കലായിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മൾ അങ്ങനെ കണ്ടീഷൻഡ് ആയി പോവാണ്. അപ്പോൾ അതിന് പാരൻസിനെയും കുറ്റം പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. അപ്പോൾ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സൈക്കിൾ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് എന്താ അവിടെ ചെയ്യാൻ പറ്റുന്നോ നമ്മൾ ബ്ലെയിം ചെയ്യുന്നതിന് പകരം നമ്മൾ അവിടെ നമുക്ക് പറ്റുന്ന റെസ്പോൺസിബിലിറ്റീസ് എടുത്തിട്ട് അവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ ചേഞ്ചിന്റെ ഭാഗമായിട്ടായിരുന്നു ഞാൻ മ്യൂസിക് തിരഞ്ഞെടുത്തത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സെൽഫ് ഹാപ്പി ആവുന്നു. ഇപ്പം നമുക്ക് ലൈഫിൽ ഇന്ന ഇതിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. എവിടെയാണോ കമ്പാരിറ്റീവ്ലി കുറച്ച് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഏത് പ്രശ്നം സോൾവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആവുന്നത്, അവിടെയാണ് ഞാൻ മ്യൂസിക് ചൂസ് ചെയ്തത്. എങ്ങനെയായിരുന്നു ബിഫാമിന്റെ ഇടയിലൂടെ അത്? കാരണം പ്രൊഫഷണൽ കോഴ്സാണ്, ഒരുപാട് പഠിക്കാനുണ്ട്. ബിഫാമിന്റെ ഇടയിലൂടെ എന്ന് പറയുമ്പോൾ എൻ്റെ ബാച്ച്മേറ്റ്സിന് മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ബാച്ച്മേറ്റ്സ് തന്നെയല്ല, എൻ്റെ കോളേജിൻ്റെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ആ സമയത്തുണ്ടായിരുന്ന പിള്ളേരൊരു കട്ട സപ്പോർട്ട് എന്ന് പറയുമല്ലോ. അവരുടെ ഒരു അവരെനിക്ക് ഫസ്റ്റ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഫസ്റ്റ് ഞാൻ അവിടെ പാടുന്നൊരു പാട്ടിൽ നിന്ന് എനിക്ക് തരുന്നൊരു ഫയർ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രൊഫസേഴ്സ് ആയാലും നമ്മുടെ മാം എല്ലാവരും നമുക്ക് തരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതും നമുക്ക് കോൺഫിഡൻസ് തന്നിട്ടുണ്ട്. എൻ്റെ ഫയർ ഉറപ്പായിട്ടും ഉണ്ട് അവിടെ. ബട്ട് ആ ചുറ്റും നിന്ന് കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൻ്റെ ഒരു വൈബ് എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതൊരു പ്രൊഫഷണൽ കോളേജ് ആണെന്ന് പറയുമെങ്കിലും അതൊരു ആർട്ട് കോളേജ് പോലെയായിരുന്നു. അത്രയ്ക്ക് ചില്ലായിട്ടുള്ള പിള്ളേരായിരുന്നു അവിടെ. എൻ്റെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ പിള്ളേര് കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. പലപ്പോഴും പറയാറുണ്ട് പ്രൊഫഷണൽ കോളേജുകളിൽ നിന്നാണ് നമ്മൾ ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കണം എന്ന് ഒരു ഉൾവിളി വരുന്നതെന്ന് തമാശയായിട്ട് എല്ലാവരും പറയാറുണ്ട്. അങ്ങനെ തന്നെയായിരുന്നു. ഒരു ഫൈനൽ ഇയർ ഒക്കെ ആയപ്പോഴേക്കും തീരുമാനിച്ചു കഴിഞ്ഞു, ശരി ഞാൻ ഈ ജോലിക്ക് പോകുന്നില്ല. തീരുമാനിച്ചു. ഉത്തരം ശരിയാണ്.
മ്യൂസീഷ്യൻ ആവാനായിട്ട് ഏറ്റവും കൂടുതൽ ആ സമയത്ത് നമ്മൾ ഒരുപാട് ആൾക്കാരായിട്ട് മീറ്റ് ചെയ്യുമല്ലോ. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ സെൽഫിനെ ഞാൻ ഇങ്ങനെ പിടിച്ച് സെൽഫ് എക്സ്പ്ലോറേഷൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പീരീഡ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഫൈനൽ ഇയർ കഴിയുമ്പോഴാണ് വീട്ടിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം, വാട്ട് ഇസ് നെക്സ്റ്റ്, എന്താ നിന്റെ ഉദ്ദേശം എന്ന് നമുക്ക് എല്ലാവർക്കും ചോദ്യം വരുന്നതാണ്. ആ സമയത്ത് ഉത്തരം പറഞ്ഞത് എങ്ങനെയാ? ഞാൻ റൈസിംഗ് സ്റ്റാർ എന്ന റിയാലിറ്റി ഷോയിൽ പോയി. അതായിരുന്നു അവിടെ നിന്നായിരുന്നു എൻ്റെ ഒരു തുടക്കം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി പറഞ്ഞ് സമ്മതം വാങ്ങിച്ചിട്ടല്ല പോയെ, ഒരൊറ്റ പോക്ക് പോയായിരുന്നു. സോ അവിടെ നിന്നായിരുന്നു തുടക്കം, മ്യൂസീഷ്യൻ ആവാനുള്ള തുടക്കം അവിടെ നിന്നായിരുന്നു. അത് ആ റിയാലിറ്റി ഷോ പോയി കഴിഞ്ഞപ്പോ എന്താ റെസ്പോൺസ് ഉണ്ടായ? നല്ല റെസ്പോൺസ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോ പിന്നെ പച്ചക്കൊടി പറയുമോ? ഏറെക്കുറെ. ഇപ്പോഴെന്താ പറയുന്നത് വീട്ടുകാര്? അവരെല്ലാരും ഹാപ്പിയാണ്, അവരെല്ലാരും ഹാപ്പിയാണ് ഇപ്പോ. ഇന്ത്യൻ ഐഡലിൽ എല്ലാവരും ഫാമിലി ഒക്കെ ഇരുന്ന് കാണുന്ന ഒരു ഇതിലേക്ക്. ഇപ്പോ ശരിക്കും അമൃതേനെ സിംഗർ എന്ന് മാത്രം വിളിക്കാൻ പറ്റില്ല, കാരണം മ്യൂസിഷ്യൻ എന്ന് തന്നെ വിളിക്കാം. മ്യൂസിക്കിന്റെ ഒരുപാട് ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് അല്ലേ? സൗണ്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട്, കമ്പോസ് ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ട്. സ്വന്തമായിട്ട് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പോയിന്റ് ഏതാണെന്നാ തോന്നി? സ്ട്രോങ്ങസ്റ്റ് പോയിന്റ് ഓഫ് കോഴ്സ് സിംഗിങ് തന്നെയാണ്. ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ലൈഫിൽ പുതിയ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക, പഠിക്കുക, എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള എൻ്റെ ഭാഗമാണത്. അത് ഈ പറഞ്ഞ പോലെ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഒന്നുമില്ല, ഒരു രസം. അത് ചെയ്യുമ്പോൾ ഒരു സന്തോഷം. കഹ്നാ ഹൈ ക്യാ പാടിയ സമയത്ത് ശ്രേയ ഘോഷാൽ മുഖമൊക്കെ പൊത്തി അത്ര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് അതും കണ്ണാളിനെയും കൂടെ മിക്സ് ചെയ്ത് പാടിത്തരും. कुछ हम कुछ तुम हो जाते हैं यूं, नैनों से बरसे रिम झिम हम पे प्यार का सावन, शर्म थोड़ी थोड़ी हमको आए तो नजरें झुक जाए, सितम थोड़ा थोड़ा हम पे शोख हवा भी कर जाए, ऐसे चली आंचल उठे दिल में एक तूफान उठे, हम तो लुट गए खड़े खड़े കണ്ണാളനീ എനது കണ്ണை நேற்றோடு காணவில்லை, என் கண்களை பறித்து கொண்டும் ஏன் இன்னும் பேசவில்லை, ஆளான ஒரு செய்தி அறியாமலே அலைபாயும் சிறு பேதை நானோ, உன் பேரும் என் பேரும் தெரியாமலே உள்ளங்களிடம் மாறும் ஏன், வாய் பேசவே வாய்ப்பில்லையே, வலி தீர வழி என்னவோ കണ്ണാളനീ. താങ്ക് യു. എനിക്ക് അപ്പൊ തൊട്ട് ഇത് രണ്ടും കൂടെ കേൾക്കണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു, പ്രത്യേകിച്ച് തമിഴ് കേൾക്കണം എന്ന്. ഹിന്ദി കേട്ട സമയത്ത് KS ചിത്രയാണല്ലേ ഫേവറേറ്റ് സിംഗർ? ചിത്രമാവിന്റെ ഒരു ഫേവറേറ്റ് 5 അറിയാൻ പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും? ഡിഫിക്കൽട്ടാണ്, എന്നാലും വരുവാനില്ലാരും എന്നേൽ വീഴുന്ന മഴത്തുള്ളിയെ ഉയരേ, വാർമുകിലേ വാനിലേ, തീരമേ തീരമേ നീറുമല കടലാഴമേ. ഓ, അത് കേട്ടപ്പോ എനിക്ക് കംപ്ലീറ്റ് കേട്ടാ കൊള്ളാന്നുണ്ട്. തീരമേ ലിറിക്സ് ഓർമ്മയുണ്ടോ? കഥയിലെ ഹൂറിയോ ഞാൻ കടൽ നടുക്കോ നിന്റെ മരതക ഗൃഹം, കരുതി വച്ചു നീ എനിക്കായി അപരിചിതപുരം, ഇവിടമോ ശരണാലയം നീ തരും കരുണാകരൻ, നമ്മളെത്തിയ പവിഴ ദ്വീപഹൃതം തേടിയ തീരം ദൂരം. കൈയടിക്കാൻ തോന്നില്ല, കേട്ടിങ്ങനെ ആ ഒരു ഇതിൽ തന്നെ ഇരിക്കാനാ തോന്നുന്നത്. താങ്ക് യു. അയ്യോ, അത് എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് അത്. കാരണം നമ്മളത് കേട്ടിങ്ങനെ ആ ഒരു മൂഡിൽ തന്നെ ഇരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. മെയിൽ സിംഗർ ആരാ ഏറ്റവും ഇഷ്ടമുള്ള?
അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോ ഭയങ്കര പാടാണ്. ഒരു കുട്ടിക്കാലത്തൊക്കെ ഏറ്റവും കേട്ടിട്ടുള്ളത് ഏതായിരിക്കും പ്ലേലിസ്റ്റിലൊക്കെ എപ്പോഴും കുട്ടിക്കാലത്ത് ഉറപ്പായിട്ടും നമ്മുടെ ദാസ് സാറ്, വേണുഗോപാൽ സാറ്. കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ ഒരു കോളേജ് കാലത്ത് പ്ലേലിസ്റ്റിലൊക്കെ കയറിയ പാട്ടുകളും പ്ലേലിസ്റ്റില് സൂരജേട്ടൻ, ജോവേട്ടൻ, ആഹാ. ബാൻഡൊക്കെ, തൈക്കുടം ബ്രിഡ്ജ്. ആ ഒരു സമയത്താണല്ലോ ഇൻഡിപെൻഡന്റ് മ്യൂസിക് അത്രയും സജീവമാവുന്നത്. ഇപ്പം തീർച്ചയായിട്ടും ആളുകൾക്ക് അറിയണമെങ്കിൽ നമ്മൾ പ്ലേ ബാക്ക് സിംഗർ ആവേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും സ്വന്തമായ ബ്രാൻഡ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് പിന്നെ പ്ലേ ബാക്കിലേക്ക് കടക്കുക ചെയ്യുന്നത്. അപ്പോൾ ആസ് എ സിംഗർ അല്ലെങ്കിൽ ആസ് എ മ്യൂസിഷ്യൻ ഒരു സിനിമ എന്നുള്ള മേഖലയാണോ ലക്ഷ്യം, അല്ലെങ്കിൽ ഞാൻ എന്നൊരു ബ്രാൻഡ് എൻ്റെതായ എൻ്റെ ഇഷ്ടങ്ങൾക്ക് മ്യൂസിക് ഉണ്ടാക്കുക എന്നുള്ളതാണോ പ്രയോറിറ്റി? എല്ലാം ഇഷ്ടമാണ് എനിക്ക്. എല്ലാ മേഖലയിലേക്കും എത്തണം എന്നുണ്ട്. സിനിമ മ്യൂസിക് എന്ന് പറയുമ്പോൾ വേറൊരാൾ ഉണ്ടാക്കിയ കുട്ടീനെ, ആ ക്രിയേഷനെ നമ്മൾ എത്രത്തോളം അതിനെ ഭംഗിയാക്കുക എന്നുള്ളതാണ് നമ്മളോട് ചെയ്യണത്. അതും ഒരു എക്സ്പെരിമെന്റ് ആണല്ലോ. അതും ഒരു ഈ പറഞ്ഞ ക്രിയേറ്റീവ് പ്രോസസ്സ് തന്നെയാണ്. അത് ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട് എനിക്ക്. ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. അതേസമയം നമ്മുടെ ഒരു സൃഷ്ടി, നമ്മുടെ സെൽഫ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, നമ്മളുടെ വരികളിലൂടെ നമ്മൾ നമ്മുടെ ഫീലിങ്സിനെ ആ ഒരു ഒരു കാലഘട്ടത്തിലായിരിക്കുമല്ലോ, നമ്മുടെ ഒരു ഏജിന്റെ ഒരു കാലഘട്ടത്തിലായിരിക്കുമല്ലോ നമ്മൾ ആ പാട്ട് എഴുതുന്നത്. ആ സമയത്ത് നമ്മുടെ ഒരു രീതിയും അതെല്ലാം ആ പാട്ടിൽ പ്രതിഫലിക്കും. സോ ആ രീതിയിൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അത് ഏത് ചൂസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഒരേ തട്ടിലാന്ന് ഞാൻ പറയുള്ളൂ. മ്യൂസിക്കാണ് ഞാൻ, മ്യൂസിക്കിൽ ഏത് ഫീൽഡ് എന്നുള്ളതല്ല. അപ്പൊ മ്യൂസിക്, സംഗീതത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക, അതിൽ നിന്ന് പഠിക്കുക, ആ ഒരു പ്രോസസ്സിലൂടെ ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട് മാറുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.